ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ കരയുന്നത് കാണുമ്പോൾ വേറെ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ കണ്ണ് നിറഞ്ഞിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് കണ്ണിൽ എന്തോ ഒരു പൊടി പോയതാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നന്ദിനി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കണം. ആഹാ, നന്ദിനി അടുത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കിയവർക്കെന്ന് വേറെ ചോദിക്കുമ്പോൾ വീട്ടിൽ വരുന്നവരോട് പിന്നെ മര്യാദയ്ക്ക് പെരുമാറണ്ടേ എന്ന് ചോദിക്കണം. അതേതായാലും നന്നായി എന്ന് കമലയും പറയുകയാണേ. അതിനുശേഷം മോളെ പത്മത്തിനൊരാഗ്രഹം, എന്താ മോൾ കുറച്ച് ദിവസം വീട്ടിലൊന്ന് വന്ന് നിൽക്കുമോ എന്ന് ചോദിക്കാനായിട്ട് പത്മം. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതിനെന്താ അമ്മേ, വന്ന് നിൽക്കാം, പക്ഷേ ഇപ്പോഴല്ല. എനിക്ക് ഏത് നേരം കയറി വരാൻ പറ്റുന്ന ഒരു അവസരം പോലെ വിക്രമിനും ആ വീട്ടിൽ ഏത് സമയത്തും കയറി വരാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. അതിനുശേഷം ഞാൻ വരാം, ഞാനും വിക്രം വരാം, അതല്ല എൻ്റെ ശരി എന്നിങ്ങനെ ചോദിക്കാനായിട്ടോ. അപ്പോൾ അത് ശരിയാണെന്ന് പത്മത്തിനും തോന്നുകയാണേ. പിന്നീട് കാണിക്കുന്നത് രാധ വിക്രത്തിനെ വഴിയിൽ തടഞ്ഞു നിർത്താണേ. എന്നിട്ട് ചോദിക്കുകയാണ്, കേട്ടതൊക്കെ ശരിയാണോ വിക്രമേട്ട എന്ന് ചോദിക്കുക. എന്ത് കേട്ടു എന്ന് ചോദിക്കുകയാണേ. ഞാൻ എത്ര തവണ വിളിച്ചു വിക്രമേട്ടനെ, എന്നിട്ട് ഫോൺ എടുത്തേ ഇല്ല. വീട് കത്തിപ്പോയി എന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല. എന്താണ് നടന്നതെന്ന് വെച്ചാൽ പറയും. നിൻ്റെ അച്ഛൻ പറഞ്ഞ അറിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് നീ വീണ്ടും അതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കണേ. എന്നാലും അതെങ്ങനെ സംഭവിച്ചു എന്ന് ഒന്ന് വിശദമായിട്ട് പറയും വിക്രമേട്ട. അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണേ. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഒന്നും വേണ്ടതില്ല കേട്ടോ വിക്രം. ഞാൻ എന്ത് ചോദിച്ചാലും വിക്രമേട്ടൻ ഇങ്ങനെ തന്നെയാണല്ലോ. അതെ, നീ എന്ത് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണെന്നുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുന്നത്. എന്തിനാണ് വിക്രമേട്ട ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ ഞാൻ അബദ്ധത്തിലൊരു പെണ്ണിനെ താലി കെട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പഴയ കൂട്ടുകാരനെ വേണ്ടാന്ന് വെക്കാനായിട്ട് തീരുമാനിച്ചോ വിക്രമേട്ടൻ ചോദിക്കുകയാണേ. ഞാൻ നിന്നെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ രാധ അങ്ങനെ ചോദിക്കണം, അതെ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കണം. ആർക്ക്? അല്ല, എനിക്കൊന്നും പറ്റില്ല എന്ന് എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? അതല്ല, അവൾക്കേ. ആർക്ക്? വേദയ്ക്കോ? അവൾക്ക് ദേഹം മുഴുവൻ പൊള്ളലേറ്റ് കിടന്നു എന്ന് പറഞ്ഞാൽ നീ ഹാപ്പി ആവോ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആളല്ല. കാര്യം എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല എന്ന് പറയും. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പാവം ആകെ പേടിച്ചു പോയി, അത്രയേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് വിക്രം പോകാൻ പോകുമ്പോഴത്തേനും കൈമേൽ പൊള്ളലാണ്. അയ്യോ, വിക്രമേട്ടൻ്റെ കൈ പൊള്ളിയിരിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പോകും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം രാധ പറയും, എന്തൊക്കെ അപകടം സംഭവിച്ചാലും അവൾ രക്ഷപ്പെടും, ചാവാൻ പ്രാർത്ഥിച്ചാൽ പോലും ചാവോ ഇല്ല, ശകുനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ രാധ. പിന്നെ കാണിക്കുന്നത് വിക്രം വീട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും കൊണ്ടുവരാണ് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുക്കുകയാണ്, ആ ഭാഗം ശരിയാക്കണം, ഈ ഭാഗം ശരിയാക്കണം, പെയിൻ്റ് അടിക്കണം, ഓട് മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടേക്ക് മാഷ് വരികയാണ് കേട്ടോ. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഉണ്ണി ഇവിടെ ചോദിക്കും കേട്ടോ. അല്ല, ഈ വീടൊന്ന് ശരിയാക്കാനായിട്ടേ വിക്രം പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയും. ഈ വീട് ശരിയാക്കാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ. അല്ല, വിക്രം പറഞ്ഞു. അപ്പോൾ വിക്രം പറയാൻ കേട്ടോ, ഞാനാണ് പറഞ്ഞത് ഈ വീടൊന്ന് ശരിയാക്കാനായിട്ട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ വരികയാണ് അവിടേക്ക്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഈ വീട് ശരിയാക്കാനേ ഞാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ കമലാമ്മ പറയും, അവനിപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ആ കാശ് വെച്ചിട്ടായിരിക്കും അവനത് ശരിയാക്കാമെന്ന് പറയുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, കാശിനെ കുറിച്ച് ആലോചിച്ച് ആരും വിഷമിക്കൊന്നും വേണ്ട, അതിൻ്റെ കാശൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇടിയും വെട്ടും കത്തി കുത്തുമൊക്കെ ആയിട്ട് നടന്നിട്ട് ആ കാശ് കൊണ്ട് എൻ്റെ വീട് എന്തായാലും ശരിയാക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ പറയാണ്, ഞാനിപ്പോൾ എന്ത് വേണം, നിൽക്കണോ അത് പോകണോ എന്ന് പറയും. അപ്പോൾ മാഷ് പറയും, ഉണ്ണിപ്പോൾ തൽക്കാലം ജയിലിൽ, ഞാൻ വേണ്ട സമയത്ത് വിളിച്ചോളാം, ആ സമയത്ത് വന്നാൽ മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ അയാൾ പോകാണ് കേട്ടോ. നിങ്ങൾ അച്ഛനും മോനും കൂടെ ആദ്യം ഒരു തീരുമാനത്തിലെത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിക്രം പറഞ്ഞു, അച്ഛാ ഇത് അച്ഛൻ്റെ വാശിയാണ്, അഹങ്കാരം, അല്ലാതെ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പെരുമാറരുത്. ആ വീട് ശരിയാക്കാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, ആ വീട് അങ്ങനെ തന്നെ കിടക്കും, എൻ്റെ മോൻ എനിക്ക് തന്ന സമ്മാനമല്ലേ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ആ വീട് അങ്ങനെ തന്നെ കിടന്നോട്ടെ, ശരി ഞാൻ ശരിയാക്കുന്നില്ല, പക്ഷേ ആ വീട്ടിൽ തന്നെ ഞാൻ അന്തി ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണേ. പിന്നീട് അകത്തെത്തുമ്പോൾ മാഷോട് കമലാമ്മ പറയുന്നുണ്ട്, അവനിപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ആ കാശ് കൊണ്ടായിരിക്കും അവൻ ആ വീട് ശരിയാക്കാന്ന് പറഞ്ഞത്, അത് വേണ്ടാന്ന് പറയണ്ടായിരുന്നു. മാത്രമല്ല ആ ഉണ്ണിമേശ്വരിയുടെ മുന്നിൽ വെച്ചിട്ട് അവൻ ഇത് ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കണമായിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, ഇതേപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല അവൻ വർക്ക്ഷോപ്പിൽ എത്ര സമയം ജോലിക്ക് പോകുന്നുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിനക്കറിയോ അത്? എപ്പോഴെങ്കിലും ഒന്ന് കാലത്തോ വൈകിട്ടോ ഒന്ന് പോകും, എന്തെങ്കിലും ഒന്ന് തുടങ്ങി വയ്ക്കുമ്പോഴത്തേന് ആ ശ്രീനിവാസൻ്റെ കോൾ വരും. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതത്തിനെ പോലെ അവൻ അയാളുടെ മുന്നിലെത്തും. അയാൾ പറഞ്ഞതൊക്കെ അതിനനുസരിച്ച് മാത്രമേ അവൻ ജീവിക്കുള്ളൂ. പിന്നെ
എന്ന് പറയും. ഈ സമയത്ത് വേദയും വിശ്വനും കൂടെ അവിടേക്ക് വരികയാണ് കേട്ടോ. ആ വീട് എന്തായാലും ഇനി പുതുക്കി പണിയണ്ട, അതിനുള്ള കാശ് അന്വേഷിക്കാനായിട്ടൊന്നും എനിക്ക് പറ്റൂല എന്ന് പറയും. അവൻ്റെ കാശ് കൊണ്ട് ആ വീട് പുതുക്കി പണിയാൻ ഞാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട്, എന്നാലും വെച്ചാൽ ആ വീട് അങ്ങനെ മുറ്റത്ത് നിൽക്കുന്നത് അത് തിരി വിഷമുള്ളതല്ലേ എന്ന് പറയുമ്പോൾ, നിൻ്റെ കയ്യിൽ കാശുണ്ടോ? നിൻ്റെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ നീ ശരിയാക്ക് എന്ന് പറയും. അപ്പോൾ വിശ്വം ഒന്നും മിണ്ടൂല കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട്, ഞാനത് തരട്ടെ ആ വീട് ശരിയാക്കാൻ എന്ന് പറയും. നീ അങ്ങനെ ചോദിച്ചതിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്, പക്ഷേ വേണ്ട, അവൻ്റെ തല്ലുകുളിത്തരത്തിന് നീ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ വീട് എന്തായാലും അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം കമലാമ്മയും പോകും. അപ്പം വിശ്വം വന്നിട്ട് വേദയുടെ അടുത്ത് പറയാണ്, ആ വീട് ഉമ്മറത്തൊരു ശകുനം പോലെ അങ്ങനെ ഇട്ടാൽ ശരിയാവില്ല വേദേ, ആ വീട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ശരിയാക്കണം എന്ന് പറയാണ് കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം അവിടെ നിന്ന് പോകും. പിന്നീട് വിശ്വം ഓഫീസിൽ ചെന്നതിന് ശേഷം മാനേജർ ചെന്ന് കാണുകയാണേ. മാനേജർ ചോദിക്കുക, എന്താണെന്ന് ചോദിക്കുമ്പോൾ, സാർ എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു എന്ന് പറയാം കേട്ടോ. അഡ്വാൻസ്, സാലറി അഡ്വാൻസ് അല്ലേ, അതിനെന്തിനാ എന്നോടൊക്കെ ചോദിക്കുന്നത്? അത് അക്കൗണ്ടിൽ ചോദിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ, താൻ അക്കൗണ്ട്സിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞ് പൈസ വാങ്ങിച്ചോന്ന് പറയും. അയ്യോ സാറേ അങ്ങനെയല്ല, എനിക്കൊരു കുറച്ച് അധികം പൈസ വേണം. അധികമോ? എത്ര പൈസ എന്ന് ചോദിക്കും. ഒരു 5 ലക്ഷം രൂപ എന്ന് പറയും കേട്ടോ. അപ്പോൾ മാനേജർ ഞെട്ടിപ്പോവാണ്. 5 ലക്ഷം രൂപയോ എന്ന് ചോദിക്കുകയാണ്. പ്രൊബേഷൻ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് 5 ലക്ഷം? ലോണാണോ താൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഒരു ലോൺ ഞാൻ സാലറിയിൽ നിന്ന് അടച്ചു തീർത്തോളാം എന്ന് പറയും. അങ്ങനെ ഒരു ലോൺ കൊടുക്കുന്ന രീതി നമ്മുടെ കമ്പനിക്ക് ഇല്ലയെന്ന് തനിക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അറിയാം, പക്ഷേ എന്നാലും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. താൻ എന്തിനാണ് ഇത്ര അധികം വലിയ തുക എടുക്കണമെന്ന് എനിക്കറിയാം, നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, തൻ്റെ അനിയനോട് അതൊക്കെ ശരിയാക്കാൻ പറയും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വം ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും 5 ലക്ഷം രൂപ ഒന്നും ലോൺ എന്നായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് തരാൻ പറ്റില്ല. എന്തായാലും സാലറിയിൽ നിന്ന് വല്ല അഡ്വാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറയും കേട്ടോ. ജോലി തന്നെ സ്ഥിരമായിട്ടില്ല, എന്നിട്ടാണ് ഇത്രയും വലിയ തുക എടുക്കാൻ പോകുന്നത്. സാരമില്ല, വീട് കത്തിപ്പോയത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വം പറയും കേട്ടോ. അപ്പോൾ ശരി, ഒരു കാര്യം ചെയ്യ്, ഞാൻ സാറിനോട് സംസാരിച്ച് നോക്കാം എന്ന് പറയും. തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നോക്കട്ടെ, എന്നിട്ട് സാർ എന്താണ് പറയുന്നത് നോക്കാം എന്ന് പറയുമ്പോൾ വിശ്വം പറയും, ശരി സാർമാർ പോകാൻ പോകുമ്പോൾ ഒന്ന് നിന്നേ, അതെ അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യ്, താൻ തന്നെ സാറിനോട് സംസാരിച്ചോ. ഞാനോ? നിങ്ങളെന്തായാലും ബന്ധുക്കളാണല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വത്തിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ബന്ധുക്കളോ? വിശ്വ സാറിനെ കണ്ടിട്ടില്ല. ശ്രീകാന്ത് സാറിൻ്റെ പെങ്ങളെ തൻ്റെ അനിയൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ടേ അതിൻ്റെ ഒരു ഇതൊന്നും ഇവിടെ കിട്ടൂല കേട്ടോ. ആ ഒരു രീതിയിലൊന്നും തനിക്ക് ലോണോ അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഈ സ്ഥാപനത്തിലൊരു സ്റ്റാഫ് എങ്ങനെയാണോ ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ തനിക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറയും. പിന്നെ ശ്രീകാന്ത് സാറിൻ്റെ പെങ്ങളെ തൻ്റെ അനിയൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് തനിക്ക് പ്രത്യേകിച്ച് ലോണൊന്നും തരില്ല എന്ന് പറയും കേട്ടോ. അയ്യോ സാറേ, ഇതിൽ ശ്രീകാന്ത് സാറിൻ്റെ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അതായത് ഞാൻ സാറിനോട് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോഴാണ് വിശ്വത്തിന് മനസ്സിലാകുന്നത് ശ്രീകാന്തിൻ്റെയാണ് ഈ ഒരു സ്ഥാപനം എന്നുള്ളത്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയുടെ അച്ഛനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. അവനെ 5 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു, അവനേതോ മണ്ടനാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ വീട് ശരിയാക്കാൻ വേണ്ടിയിട്ടാ, നീ ഇപ്പം എന്തിനാ ചിരിക്കുന്നത്? ആ വീട് കത്തിപ്പോയാലാണ്. പിന്നല്ലാണ്ട് അതാ വിക്രം ചെന്ന് ചെയ്തതാവും എന്ന് ശ്രീകാന്ത് പറയണ്ട. ഒന്ന് പോടാ, അവനൊരിക്കലും അതൊന്നും ചെയ്യൂല, ചെയ്യാൻ സാധ്യത ഉണ്ടാച്ചാ ഇല്ല, അവനൊരിക്കലും അത് ചെയ്യൂല. ആ വാസവൻ തട്ടിക്കൊണ്ടുപോയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടല്ലേ വേദന അവൻ രക്ഷിച്ചത്. അവൻ വേദന കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കൂല എന്ന് പറയാണ് കേട്ടോ. നീ എന്തിനാണ് വിശ്വത്തിന് ആ സ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടുവന്നത്? വിനായകൻ ഓൾറെഡി നമ്മുടെ കഷ്ടത്തിലുണ്ട്, ഇനി വിശ്വനെയും കൂടെ നമുക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ, പക്ഷേ വിനായകനെ പോലെ അല്ല വിശ്വത്തിന് സ്വാധീനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ശ്രീകാന്ത് പറയാണ്. പക്ഷേ സ്വാധീനിക്കാൻ പറ്റൂലായിരിക്കും, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവനെ കൊടുക്കാൻ നമുക്ക് പറ്റും, അതുവഴി ആ വീടിനൊരു അടി കൊടുക്കാൻ പറ്റും എന്ന് പറയാണ് കേട്ടോ വർഷരച്ചൻ. അതെങ്ങനെ വെച്ചാന്ന് പറയട്ടോ. എടാ, അവൻ 5 ലക്ഷം രൂപയല്ലേ ചോദിച്ചിട്ടുള്ളത്, ആ 5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷേ അവൻ അവിടെ നിന്ന് അത് എടുത്തു എന്ന് വരുത്തി തീർത്താലോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താ അച്ഛൻ പറയുന്നത്? എടാ, ബുദ്ധി വേണം, ബുദ്ധി. നീ അവനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ വഴി തന്നെ നമുക്ക് ആ കുടുംബത്തിൽ ഒരു അടി കൊടുക്കാൻ പറ്റും എന്ന് പറയും. അപ്പോൾ എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറയുമെന്ന് പറയും. അങ്ങനെ വർഷരച്ഛൻ എന്തോ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വിശ്വൻ ആ 5 ലക്ഷം രൂപ ആ സ്ഥാപനത്തിൽ നിന്നും മോഷ്ടിച്ചു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീകാന്ത് പറയും, ഇങ്ങനെ ഞാൻ ചിന്തിച്ചില്ല അച്ഛ എന്ന് പറയും. എന്നാൽ ഇനി നീ ഇങ്ങനെ ചിന്തിച്ച് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയട്ടോ. ശരി അച്ഛ, ഓക്കെ ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്തിന് സന്തോഷമാവാണേ. പിന്നീട് കാണിക്കുന്നത്
വിക്രം വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേട്ടൻ ചോദിക്കുന്നു, വിക്രം നീ ഇനി തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഇതിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയട്ടോ. ഇത് അച്ഛൻ്റെ വാശിയാണ് രാജേട്ടാ, അഹങ്കാരം പോലില്ലേ, അതാണ് ഞാനായിട്ട് കൊടുത്ത സമ്മാനം ഞാൻ വഴിപഴച്ച് പോയതിൻ്റെ ഒരു അടയാളമായിട്ട് ആ വീട് അവിടെ തന്നെ നിന്നോട്ടെ എന്നാണ് അച്ഛൻ പറയുന്നതെന്ന് പറയട്ടോ. അപ്പോൾ രാജേട്ടൻ പറയും, അച്ഛനെയും കുറ്റം പറയാൻ പറ്റില്ലടാ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, അതങ്ങനെ കത്തി നശിച്ചത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അനിയൻ കൂട്ടന് വരുന്നുണ്ട്. അപ്പോൾ വിക്രം പറയും, എനിക്ക് വിഷമില്ല എന്നാണോ രാജേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കൂട്ടോ. എനിക്ക് വിഷമമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും ഇനി ആ വീട് നന്നാക്കാനായിട്ട് അച്ഛൻ ഒരു തരത്തിൽ സമ്മതിക്കൂല എന്ന് പറയും കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഈ മരുന്ന് കമ്പനിയിൽ നമ്മൾ മരുന്ന് കത്തിച്ചതിൻ്റെ പിന്നിൽ ഈ വാസവനാണെന്ന് എനിക്കറിയായിരുന്നു രാജേട്ടാ, എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ രാജേട്ടൻ പറയും, ഒരു പക്ഷേ ശ്രീനിവാസൻ സാറിന് അറിയാമായിരുന്നെങ്കിലോ എന്ന് പറയുമ്പോൾ വിക്രം ഒന്നും ഞെട്ടാണ് കേട്ടോ. ആടാ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തറിയാം, അതെ തമ്മിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ അവർ തമ്മിൽ ജയിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അണികളായിട്ടുള്ള നമ്മൾ കുറേ ആൾക്കാർ വേദന തിന്നേണ്ടി വരും, അത് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും ഇല്ലാതെ തല കുമ്പിട്ട് നിൽക്കുകയാണേ. അത് ശരിയാണെന്ന് വിക്രത്തിനും തോന്നുവാണേ. പിന്നീട് നമ്മുടെ കമലാമ്മ വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കാനുണ്ട്. ഇല്ല, ഞാൻ കഴിക്കാൻ വരുന്നില്ല. എന്താ നീ കഴിക്കാൻ വരാത്തത്? അച്ഛനൊരു വഴി, മോനൊരു വഴി, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാടാ ഞാനിത് ഇവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്ക് വേണ്ട അമ്മേ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാന്ന് പറയട്ടോ. വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല, രണ്ടാളും രണ്ട് വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നീയും ഇങ്ങനെ ആയിക്കോ, അച്ഛനും അങ്ങനെയായി, ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാനായിട്ട്. ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്